ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നോക്കാം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ബൗളിൽ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കടലമാവ്, കുറച്ച് ഉപ്പ്, പഞ്ചസാര, ഇഡ്ലി മാവ്, അരിപ്പൊടി, ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഴംപൊരിയുടെ മാവ് തയ്യാറാക്കാം. വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് മൈദ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴത്തിലാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ മാവ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു ബൗൾ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മൊത്തത്തോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള കടലമാവ്, അതും ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും മൊത്തത്തോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ഗ്ലാസ് കടലമാവാണ് ഉണ്ടാവുക അത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഇഡ്ലി മാവ് ഒഴിച്ച് കൊടുക്കാം. ഇഡ്ലി മാവ് ഒരു ചെറിയ ബൗള്, ഇത്രയൊരു ബൗളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഇപ്പോൾ ഇത്ര ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ബാക്കി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഈ ഇഡ്ലി മാവ് ഇപ്പോൾ ഇന്ന് കാലത്ത് ഉണ്ടാക്കിയ ഇഡ്ലി മാവിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ നമ്മുടെ ഈ പഴംപൊരിയുടെ മാവ് നല്ല പോലെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, നമ്മുടെ മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച്, കുറച്ച് ഉപ്പ്. ഇനി കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പഴംപൊരിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതെ ഈ ഒരു പരിവാണ് കേട്ടോ. 5 മിനിറ്റ് മാവ് നമുക്ക് മൂടി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല വലിയ നേന്ത്രപ്പഴമായ കാരണം ഞാനിതിൻ്റെ നടു മുറിച്ചിട്ടാണ് കേട്ടോ, കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു കഷ്ണം പഴത്തിൽ നിന്ന് 3 കഷ്ണങ്ങളാണ് പഴംപൊരിക്കായിട്ട് മുറിച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാ പീസിൽ നിന്നും, എല്ലാ പഴത്തിൻ്റെ ഈ പകുതി കഷ്ണങ്ങളിൽ നിന്നും ഇത് 3 മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വലിയ പഴയ കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മുറിക്കേണ്ട ആവശ്യമില്ല. നീളനെ തന്നെ നമുക്ക് ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കാം. ഞങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോൾ വലുതായ കാരണമാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് തിക്നെസ്സിലാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു കഷ്ണം പഴത്തിൽ നിന്ന് 3 ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി മാവിൽ മുക്കിയിട്ട് ഇതിലാക്കി കൊടുക്കാം കേട്ടോ. പഴം മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെയാണ് ഇടുക. അപ്പോൾ 2 സൈഡും മാവ് നല്ലപോലെ പിടിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ പഴംപൊരിയുടെ മാവ് പഴത്തിൽ പിടിക്കാൻ വേണ്ടി ചെയ്യുക. അപ്പോൾ നമുക്കിനി പഴംപൊരി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അടുത്ത ട്രിപ്പ് കൂടിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലേക്ക്. ഇനി നമുക്ക് ഇതാവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കണ്ടോ, അപ്പോൾ പഴത്തിലൊന്നും തീരെ വെളിച്ചെണ്ണ കുടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.